RSSന്റെ ശാഖയിൽ പാടുന്ന ഈ ഗണഗീതം പാടണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ യുക്തി എന്താണെന്ന് പോലും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി ക്രിസ്മസിൻ്റെ ആശയത്തെ വികലമാക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കുത്തഴിഞ്ഞ ലൈംഗികതയുടെ വക്താവായി ലോകമെങ്ങും അനുയായികളെ സൃഷ്ടിച്ച ആചാര്യനായിരുന്നു ഓഷോ രജനീഷ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അയാളുടെ അനുയായികളാണ് ക്രിസ്മസും കാമസൂത്രയും ഇടകലർത്തി ലൈംഗിക അരാജകത്വം മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത്. ക്രിസ്മസ് സീസൺ ആണല്ലോ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായ 2 വാർത്തകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ നടക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് സീസണിൽ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ അക്രമങ്ങളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം ബോധപൂർവം ഹൈന്ദവവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇപ്പോഴിത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കാനും അട്ടിമറിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. അത്തരത്തിലുള്ള 2 സംഭവങ്ങളിൽ ഒന്ന് നടന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓണം, ക്രിസ്മസ് തുടങ്ങിയ മതപരമായ വിശേഷാവസരങ്ങൾ പ്രത്യേകമായ ആഘോഷങ്ങൾ നടത്തപ്പെടാറുണ്ട്. ഈ ആഘോഷങ്ങളിലൊക്കെ എല്ലാ മതങ്ങളിലും പെട്ടവർ ഒന്നിച്ചു പങ്കെടുക്കുകയും അവർ സന്തോഷത്തോടുകൂടെ ഈ ഉത്സവങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ മതേതരമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഇടയിലുള്ളതാണ്. ഈ മതപരമായ പല ആചാരങ്ങളും ഈ ആഘോഷങ്ങളോട് ഒന്നിച്ച് നടക്കാറുമുണ്ട്. അതായത് ഇപ്പോൾ ഓണം നടക്കുമ്പോൾ അത്തപ്പൂ ഇടുക, വെജിറ്റേറിയൻ സദ്യ ഉണ്ടാക്കുക, ക്രിസ്മസ് ആണെങ്കിൽ കാരൽ ഗാനങ്ങൾ ആലപിക്കുക, കേക്ക് കട്ട് ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഓണാഘോഷം നടക്കുന്നതെന്ന് വിചാരിക്കുക. ആ ഓണാഘോഷത്തിലെ ഒരു വെജിറ്റേറിയൻ സദ്യ വിളമ്പുമ്പോൾ ആ കൂട്ടത്തിൽ ബീഫ് ചേർത്ത് വിളമ്പിയാൽ എന്തായിരിക്കും സംഭവിക്കുക? വലിയ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടായേക്കാം. ഇതുപോലെ ഈ ക്രിസ്മസ് കാലത്ത് ഒരു സംഭവം ഉണ്ടായി. തിരുവനന്തപുരത്താണ് ഇതുണ്ടായത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ തപാൽ വകുപ്പിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ക്രിസ്മസ് ആഘോഷം ഉണ്ടാകുകയാണ്. ഈ ആഘോഷത്തിൽ RSSന്റെ ഗണഗീതം പാടണമെന്നുള്ള ഒരാവശ്യം ഉയർന്നു വന്നു. BJPയുടെ പോഷക സംഘടനകളിലൊന്നായ BMSന്റെ കീഴിലുള്ള ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എംപ്ലോയീസ് യൂണിയൻ, അതിൻ്റെ സർക്കിൾ സെക്രട്ടറിയാണ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയത്. ഇതിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പ്രതിഷേധം ഉയർത്തുകയും സംഗതി വിവാദമാകുകയും ചെയ്തതോടെ ഗണഗീതവും പാടണ്ട, കരോൾ ഗാനവും പാടണ്ട എന്ന് പറഞ്ഞ് അത് 2 ഒഴിവാക്കിയാണ് ക്രിസ്മസ് ആഘോഷം നടന്നത്. നേരത്തെ ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടന വേളയിൽ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ഗണഗീതം പാടിയതും അത് വലിയ വിവാദമായതുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതേ ഗാനം പാടണമെന്നാണ് ഈ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എംപ്ലോയീസ് യൂണിയൻ കത്ത് നൽകിയത്. ഈ ക്രിസ്മസ് ആഘോഷ വേളയിൽ RSSന്റെ ശാഖയിൽ പാടുന്ന ഈ ഗണഗീതം പാടണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ യുക്തി എന്താണെന്ന് പോലും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി ക്രിസ്മസിൻ്റെ ആശയത്തെ വികലമാക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇനി ഒരു കൂട്ടർ അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് വെക്കുക. അതിനേക്കാൾ എത്ര വിചിത്രമാണ് ഇതൊരു വിവാദമായി മാറിയപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിൽ നിന്ന് കാരൽ ഗാനം അങ്ങ് ഒഴിവാക്കി എന്നുള്ളത്. അതായത് ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട കാരൽ ഗാനങ്ങൾ. അതൊഴിവാക്കിക്കൊണ്ടൊരു ക്രിസ്മസ് ആഘോഷം നടന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വിചിത്രമായ കാര്യം എന്താണ്, അപഹാസ്യമായ കാര്യം എന്താണ്? ഇനി അടുത്ത ഒരു സംഭവത്തിലേക്ക് വരാം. അത് ഗോവയിലാണ് നടന്നത്. ഗോവയിൽ 1 മാസം മുമ്പ് വിചിത്രമായൊരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു. ഒരു പോസ്റ്റർ. ഭഗവാൻ ശ്രീ രജനീഷ് ഫൗണ്ടേഷൻ ഗോവയിൽ നടത്തുന്ന ക്രിസ്മസ് റിട്രീറ്റിൻ്റെതായിരുന്നു ആ പരസ്യം. ഈ ക്രിസ്മസിന് ഗോവയിൽ കാമസൂത്ര തന്ത്ര കാർണിവൽ നടക്കുന്നു എന്നാണ് പരസ്യത്തിലുള്ളത്. 24,995 രൂപ നൽകി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വേണ്ടി നടത്തുന്ന ക്രിസ്മസ് റിട്രീറ്റിൽ താന്ത്രിക് എനർജി ഓഫ് ഇൻറ്റിമസി, താന്ത്രിക് ബ്ലൈൻഡ് ടച്ച് ഡാൻസ്, കോസ്മിക് ഓർഗ, സെക്സ് ആൻഡ് തന്ത്ര ലവ് മേക്കിംഗ് എന്നിവയെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗിൾസിനെയും ദമ്പതികളെയുമാണ് ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. മിഡ് നൈറ്റ് സെഷനുകൾ എന്നിവയും ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുമെന്നാണ് ഓഫർ ചെയ്തിരിക്കുന്നത്.
ഇതിനായി തയ്യാറാക്കിയ പോസ്റ്ററിൽ ഓഷോ രജനീഷിന്റെ ചിത്രവും ഖജുരാഹോ ക്ഷേത്രത്തിലെ ലൈംഗിക ശില്പങ്ങളുടെ ചിത്രവും ക്രിസ്മസ് പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കുത്തഴിഞ്ഞ ലൈംഗികതയുടെ വക്താവായി ലോകമെങ്ങും അനുയായികളെ സൃഷ്ടിച്ച ആചാര്യനായിരുന്നു ഓഷോ രജനീഷ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അയാളുടെ അനുയായികളാണ് ക്രിസ്മസും കാമസൂത്രയും ഇടകലർത്തി ലൈംഗിക അരാജകത്വം മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇത് രണ്ടും തമ്മിൽ എന്ത് യോഗ്യതയുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മതവികാരം വ്രണപ്പെടുത്തുക മാത്രമല്ല, ലൈംഗിക കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടി എന്ന് ആരോപിച്ച് ഗോവയിലെ കാത്തലിക് അസോസിയേഷൻ പോലീസിൽ പരാതി നൽകി. ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഫെറാവോ പരസ്യത്തെ അപലപിച്ചു. പോസ്റ്ററുകൾ ഉടൻ പിൻവലിക്കുവാനും ആത്മീയ മൂല്യങ്ങളെ അവഹേളിക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുവാനും പൊതുജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും പ്രതിഷേധം ഉയർന്നപ്പോൾ അധികാരികൾ ഉണർന്ന വേഗത്തിൽ നടപടികളൊക്കെ സ്വീകരിച്ചു. ഗോവൻ പോലീസ് ഇക്കാര്യം ഉടൻ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് സംഘാടകർ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറി അത് ക്യാൻസൽ ചെയ്തതായി അറിയിക്കുകയൊക്കെ ചെയ്തു. ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ, അവർ പരിഭാവനമെന്ന് കരുതുന്ന കാര്യങ്ങളെ ഇതുപോലെ അവഹേളിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എത്ര നിന്ദാകരമാണ്. ഇന്ത്യ പോലെ മതേതരമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഹാർമണിയെ തകർക്കുവാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്ന ഈ തിന്മയുടെ ശക്തികളെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ജനങ്ങൾ വളരെ വിജിലൻ്റ് ആയിരിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം അധമ ചിന്തകളുമായി നടക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിൽ തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് വലിയ വേദനയും നിരാശയും ഒക്കെ തോന്നും. എങ്കിലും നമ്മുടെ രാജ്യം സമാധാനത്തോടെ, സഹവർത്തിത്വത്തോടെ, എല്ലാ മതവിശ്വാസികളും സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരിടമായി തന്നെ തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ക്രിസ്മസ് കാലം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിവസങ്ങളായിരിക്കട്ടെ. അതിനേക്കാളെല്ലാം ഉപരി യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്ന ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.